ഇന്ന് ആർട്ടിക് പ്രദേശങ്ങളിലെ മഞ്ഞുമലകളിലൂടെ ഐസേജ് കാലത്തിൽ ജീവിച്ചിരുന്ന വൂളി മാമത്തുകൾ പതിയെ പതിയെ നടന്നു പോകുന്ന ദൃശ്യമൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ കാഴ്ച വളരെയേറെ കൗതുകകരമായിരിക്കും. അതുപോലെ മൊറീഷ്യസ് ദ്വീപ് നിറയെ ഡോഡോ പക്ഷികൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്നത്, അമേരിക്കൻ വനങ്ങളിലൂടെ നടക്കുന്ന സാബർ ടൂത്ത്ഡ് കാറ്റുകൾ, ഇന്തോനേഷ്യൻ മഴക്കാടുകളെ വിറപ്പിക്കുന്ന നാങ്ഡോൺ കടുവകൾ, സമുദ്രജീവികളുടെ പേടി സ്വപ്നമായ മെഗലഡോൺ ആഴക്കടലിലൂടെ നീന്തുന്നത്, മരങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്ന 70 അടി ഉയരമുള്ള ദിനോസറുകൾ, ഇതെല്ലാം തന്നെ അത്യധികം വിസ്മയാവഹമായ കാഴ്ചകളായിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് നമുക്ക് ഈ ജീവികളെയൊക്കെ സങ്കല്പത്തിലും സിനിമകളിലും മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. കാരണം ഇതെല്ലാം പതിനായിരക്കണക്കിനും കോടിക്കണക്കിനും വർഷങ്ങൾക്ക് മുന്നേ വംശനാശം സംഭവിച്ചു പോയ ജീവികളാണ്. എന്നാൽ ഈ ജീവികളെയൊക്കെ സങ്കല്പത്തിലും സിനിമകളിലും മാത്രമല്ല, ഇനി നേരിട്ട് കൂടെ കാണാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രജ്ഞർ. അതായത് ഡി-എക്സ്റ്റിങ്ഷൻ അഥവാ വംശനാശം സംഭവിച്ചു പോയ ജീവികളെ തിരികെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ പുനർജീവിപ്പിക്കാനാണ് ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നത്. ഡി-എക്സ്റ്റിങ്ഷൻ എന്ന ആശയം മനുഷ്യ മനസ്സുകളിൽ ഉദിച്ചിട്ട് കുറേ കാലങ്ങളായി. ലോക പ്രശസ്തമായ ജുറാസിക് പാർക്ക് സിനിമകളിലൂടെയാണ് ഈ ആശയം കൂടുതൽ പ്രശസ്തി ആർജിക്കാൻ തുടങ്ങിയത്. വംശനാശം സംഭവിച്ചു പോയ ജീവികളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഇന്ന് നമ്മൾ നിരവധി സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നുണ്ട്. ആ ടെക്നോളജികൾ ഉപയോഗിച്ച് കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ വംശനാശം സംഭവിച്ചു പോയ ജീവികളെ ശാസ്ത്രജ്ഞർക്ക് വിജയകരമായിട്ട് പുനർജീവിപ്പിക്കാൻ സാധിച്ചു. അതിനുശേഷമാണ് കാലാകാലങ്ങൾക്ക് മുന്നേ നശിച്ചുപോയ ജീവികളെ തിരികെ കൊണ്ടുവരാൻ ശാസ്ത്രജ്ഞർ തീരുമാനിച്ചത്. അപ്പോൾ ജുറാസിക് പാർക്കിൽ കണ്ടതുപോലെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വർഷങ്ങൾക്ക് മുന്നേ വംശനാശം സംഭവിച്ചു പോയ ജീവികളെ ഇനി നമുക്ക് വീണ്ടും കാണാൻ കഴിയുമോ? എങ്ങനെയാണ് അവയെ തിരികെ കൊണ്ടുവരുന്നത്? അവ വീണ്ടും വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് നോക്കാം. ഡി-എക്സ്റ്റിങ്ഷൻ പ്രക്രിയകൾ, അതായത് വംശനാശം സംഭവിച്ച ജീവികളെ തിരികെ കൊണ്ടുവരാനുള്ള വിദ്യകൾ പല പതിറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ വികസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡി-എക്സ്റ്റിങ്ഷൻ ടെക്നോളജികൾ ഒരുപാട് വളർന്നുവെങ്കിലും അതിനിനിയും ഒരുപാട് വെല്ലുവിളികളുണ്ട്. എല്ലാ തരം ജീവജാലങ്ങളെയും നമുക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. കേടുപാടുകളൊന്നും സംഭവിക്കാതെ സുരക്ഷിതമായിട്ടിരിക്കുന്ന DNA ഭാഗങ്ങളും കോശങ്ങളും ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ഡി-എക്സ്റ്റിങ്ഷൻ വിദ്യകൾ വികസിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേയുള്ള ജീവികളെ, അതായത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്നവയെ ഒന്നും നിലവിൽ നമുക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. പരമാവധി 10,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള ജീവികളെ മാത്രമേ തിരികെ കൊണ്ടുവരാൻ പറ്റൂ. എന്തെന്നാൽ DNA വളരെ കുറച്ചു കാലങ്ങൾക്കുള്ളിൽ തന്നെ നശിച്ചു പോകും. ഒരു ജീവി മരണപ്പെടുമ്പോൾ അതിന്റെ ശരീരത്തിലുള്ള കോശങ്ങളും കോശങ്ങളുടെ ഉള്ളിലുള്ള ന്യൂക്ലിയസും തകരും. അങ്ങനെ ന്യൂക്ലിയസ് തകരുമ്പോൾ അതിന്റെ ഉള്ളിലിരിക്കുന്ന DNA പുറത്തു വരും. പുറത്ത് പലതരം സൂക്ഷ്മജീവികളും രാസപദാർത്ഥങ്ങളുമുണ്ട്. അത് കാരണം പുറത്തു വരുന്ന DNA വളരെ വേഗം തന്നെ നശിച്ചു പോകും. വളരെയേറെ സുരക്ഷിതമായിട്ടിരിക്കുന്ന കോശങ്ങളിലുള്ള DNA ആണ് ആയിരക്കണക്കിന് വർഷങ്ങളോളം നിലനിൽക്കുന്നത്. അതും 10,000 വർഷങ്ങളൊക്കെ ആകുമ്പോഴേക്കും അതിൽ ഭാഗികമായി DNA-യുടെ അവശേഷിപ്പുകൾ മാത്രമേ ഉണ്ടായിരിക്കൂ. അപ്പോഴെന്തായാലും ഡൈനോസേഴ്സിനെ തിരികെ കൊണ്ടുവരാൻ നിലവിൽ സാധിക്കില്ല. ഡൈനോസേഴ്സിനെ പുനർജീവിപ്പിക്കാൻ വേണ്ടി ചിക്കനസോറസ് പോലെയുള്ള പല പദ്ധതികളും ഉണ്ടെങ്കിലും അതൊന്നും തന്നെ കൃത്യമായ ഡൈനോസേഴ്സിനെ അല്ല നിർമ്മിക്കുന്നത്. അതുമാത്രമല്ല, അതൊത്തിരിയേറെ കാലങ്ങൾ എടുക്കുന്നതും വളരെയേറെ പ്രയാസമുള്ളതുമായ ദൗത്യങ്ങളാണ്. മറ്റൊരു കാര്യമെന്നത് സസ്തനികളെ തിരികെ കൊണ്ടുവരുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. കാരണം മറ്റേത് ജീവിവർഗത്തിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് സസ്തനികളെ കുറിച്ചാണ്. അങ്ങനെ കഴിഞ്ഞ 10,000 വർഷങ്ങൾക്കുള്ളിൽ വംശനാശം സംഭവിച്ചു പോയ ഒരു സസ്തനി വർഗത്തിനെ തിരികെ കൊണ്ടുവരാൻ ശാസ്ത്രജ്ഞർ തീരുമാനിച്ചു. അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് മാമത്തുകളെയാണ്. നിലവിൽ ഡി-എക്സ്റ്റിങ്ഷൻ ചെയ്യാൻ പ്രധാനമായും 3 മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗം ബാക്ക് ബ്രീഡിംഗ്. ഇന്നത്തെ ജീവികളെ കൃത്യമായി തിരഞ്ഞെടുത്ത് ബ്രീഡ് ചെയ്ത് അവയുടെ വംശനാശം സംഭവിച്ചു പോയ ഒരു പൂർവ്വവർഗത്തിനെ പോലെയാക്കി മാറ്റിയെടുക്കുന്നതിനെയാണ് ബാക്ക് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സൗത്ത് ആഫ്രിക്കയിലെ ഒരു സംഘം ശാസ്ത്രജ്ഞർ നടത്തിയ പരീക്ഷണത്തിനെ കുറിച്ച് പറയാം. സൗത്ത് ആഫ്രിക്കയിൽ മാത്രം ജീവിച്ചിരുന്ന ഒരുതരം ജീവിയാണ് ക്വാഗ. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1883-ലാണ് ക്വാഗയ്ക്ക് വംശനാശം സംഭവിച്ചത്. മനുഷ്യൻ തന്നെയാണ് വേട്ടയാടി അതിനെ വംശനാശത്തിൽ എത്തിച്ചത്.
ഏകദേശം സീബ്രയെ പോലെ തന്നെയാണ് ക്വാഗയും. സീബ്രകൾക്ക് അവയുടെ ശരീരം മുഴുവൻ വരകളുണ്ടായിരിക്കും. എന്നാൽ ക്വാഗകൾക്ക് സാധാരണ ശരീരത്തിന്റെ മുൻപകുതിയിൽ മാത്രമേ വരകൾ ഉണ്ടായിരിക്കൂ. മാത്രമല്ല ക്വാഗകളുടെ പിൻവശത്തിന് ബ്രൗൺ നിറമാണ്. ക്വാഗകളുമായി ഏറ്റവും കൂടുതൽ അനുബന്ധമുള്ളത് സീബ്രകൾക്കായതുകൊണ്ട് സീബ്രകളെ ബാക്ക് ബ്രീഡ് ചെയ്ത് ക്വാഗകളെ പുനർസൃഷ്ടിക്കാൻ ശാസ്ത്രജ്ഞർ തീരുമാനിച്ചു. ക്വാഗകളുടെ രൂപവുമായിട്ട് ചെറിയ രീതിയിലെങ്കിലും സാമ്യത തോന്നിക്കുന്ന 2 സീബ്രകളെ തമ്മിൽ ആദ്യം ബ്രീഡ് ചെയ്യിക്കും. അങ്ങനെ ഒരുപാട് തവണ ചെയ്യുമ്പോൾ അവസാനം ക്വാഗയെ പോലത്തെ ഒരു സീബ്രയെ കിട്ടും. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ആദ്യം പിൻവശത്തിൽ അധികം വരകളില്ലാത്ത സീബ്രകളെ തമ്മിൽ ബ്രീഡ് ചെയ്യിക്കും. അങ്ങനെ കുറെ തവണ ബ്രീഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നും പിന്നിൽ വരകളില്ലാത്ത ഒരു സീബ്രയെ കിട്ടും. അതിനെ പിൻവശത്തിൽ കുറച്ചെങ്കിലും ബ്രൗൺ നിറം കലർന്ന സീബ്രയുമായിട്ട് ബ്രീഡ് ചെയ്യിക്കും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ബ്രീഡ് ചെയ്യിക്കുമ്പോൾ അവസാനം ക്വാഗയുടെ രൂപത്തിലുള്ള ഒരു സീബ്ര ജനിക്കും. ഈ ദൗത്യം അവർ വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കി. ക്വാഗകൾക്ക് സമാനമായ രൂപത്തിൽ പല തവണ സീബ്രകൾ ഉണ്ടായി. പക്ഷേ ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം ഇതൊരുപാട് കാലമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ക്വാഗകളെ തിരികെ കൊണ്ടുവരാൻ 30 വർഷങ്ങളിലേറെ സമയമെടുത്തു. രണ്ടാമത്തെ പ്രശ്നമെന്നത് വംശനാശം സംഭവിച്ച ജീവിയുടെ വളരെ അടുത്ത ബന്ധമുള്ള ഒരു വർഗമുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ, അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ വംശനാശം സംഭവിച്ച ജീവികളെയൊന്നും ഈ രീതിയിൽ തിരികെ കൊണ്ടുവരാൻ പറ്റില്ല. മൂന്നാമത്തെ കാര്യം, ഇതൊരു കൃത്യമായ പ്രക്രിയയല്ല. ഇതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. നാലാമത്തെ കാര്യം, ഈ രീതിയിൽ ഒരു ജീവിയെ തിരികെ കൊണ്ടുവന്നാലും അതിന്റെ സ്വഭാവ രീതികളും ശരീരഘടനകളുമൊക്കെ വംശനാശം സംഭവിച്ച ജീവിയുടേത് പോലെ ആയിരിക്കില്ല. പുറമേ കാണുന്ന രൂപം മാത്രമേ ഉണ്ടായിരിക്കൂ. എന്നാൽ ബാക്ക് ബ്രീഡിങ്ങിനേക്കാൾ മികച്ച മറ്റൊരു വിദ്യയുണ്ട്. രണ്ടാമത്തെ മാർഗം ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ്. ഒരു ജീവിയുടെ കോശങ്ങൾ ഉപയോഗിച്ച് ആ കോശങ്ങളിൽ നിന്നും ആ ജീവിക്ക് തുല്യമായ പുതിയൊരു ജീവിയെ ആർട്ടിഫിഷ്യലായിട്ട് സൃഷ്ടിക്കുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് എന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ ഫോട്ടോ കോപ്പി എടുക്കുന്നത് പോലെ. അത് പ്രകൃതിയിൽ തന്നെ ധാരാളം ജീവികളിൽ കാണാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ്. ബാക്ടീരിയകളും ഫംഗൈകളും പോലെയുള്ള ജീവികൾ അവയുടെ ആയിരക്കണക്കിന് തുല്യമായ ക്ലോൺസ് ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അതുപോലെ നമുക്ക് ലാബുകളിലും ചെയ്യാനാകും. നായകൾ, കന്നുകാലികൾ, അങ്ങനെ പലതരം ജീവികളെയും നമ്മൾ പലതവണ ക്ലോൺ ചെയ്തിട്ടുണ്ട്. ഈ ക്ലോണിംഗ് പ്രക്രിയയെ ഡി-എക്സ്റ്റിങ്ഷനു വേണ്ടിയിട്ടും ഉപയോഗിക്കാനാകും. അങ്ങനെ ഉപയോഗിച്ചിട്ടുമുണ്ട്. 2000-ൽ വംശനാശം സംഭവിച്ചു പോയ ഒരുതരം മലയാടാണ് പൈരീനിയൻ ഐബെക്സ്. വംശനാശം സംഭവിക്കുന്നതിന് മുന്നേ അവരതിന്റെ കോശങ്ങളൊക്കെ ശേഖരിച്ചു വച്ചിരുന്നു. സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ എന്ന ഒരുതരം പ്രക്രിയയിലൂടെയാണ് ശാസ്ത്രജ്ഞർ ക്ലോണിംഗ് ചെയ്യുന്നത്. ഇതേ പ്രക്രിയയിലൂടെയാണ് ആദ്യമായിട്ട് ഡോളി എന്ന ആടിനെ ക്ലോൺ ചെയ്തത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പൈരീനിയൻ ഐബെക്സിന്റെ ശരീരത്തിൽ നിന്നും ശേഖരിച്ച കോശങ്ങളെ എടുത്ത് അതിലെ ന്യൂക്ലിയസിനെ പുറത്തെടുത്ത ശേഷം ആ ന്യൂക്ലിയസിനെ മറ്റൊരു തരം മലയാടിൽ നിന്നും എടുത്ത മുട്ടയിൽ നിക്ഷേപിച്ചു. ഈ മുട്ടയിലുണ്ടായിരുന്ന DNA നേരത്തെ തന്നെ എടുത്തു മാറ്റിയിരുന്നു. മുട്ടയിൽ ആവശ്യമുള്ള രാസപദാർത്ഥങ്ങളൊക്കെ നൽകുമ്പോൾ അതൊരു ഭ്രൂണമായിട്ട് വളരാൻ തുടങ്ങും. ലാബിലിരുന്ന് തന്നെ ഏതാനും ചില ദിവസങ്ങൾ വളർന്ന ശേഷം അതിനെ ഒരു അമ്മയാടിൽ കൊണ്ട് നിക്ഷേപിക്കും. അതും സ്പാനിഷ് ഐബെക്സ് എന്ന ഒരുതരം മലയാടിൽ തന്നെയാണ് നിക്ഷേപിച്ചത്. അതിൽ നിന്നും ജനിച്ച ആട്ടിൻകുട്ടി 2000-ൽ നശിച്ചുപോയ പൈരീനിയൻ മലയാടിനെ പോലെ ആയിരുന്നു. 200-ലധികം ആടുകളിൽ ഇത് ചെയ്തപ്പോൾ വെറും ഒരെണ്ണം മാത്രമാണ് പൈരീനിയൻ ഐബെക്സ് ആയിട്ട് പ്രസവിച്ചത്. അങ്ങനെ ആദ്യമായി ശാസ്ത്രജ്ഞരൊരു വംശനാശം സംഭവിച്ച ജീവിയെ തിരികെ കൊണ്ടുവന്നു. അത് വളരെ വലിയൊരു വിജയം തന്നെയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ കുട്ടി പൈരീനിയൻ ഐബെക്സ് ഉടനെ തന്നെ ശ്വാസതടസ്സം കാരണം മരണപ്പെട്ടു. ക്ലോണിംഗ് ചെയ്തെടുക്കുന്ന ഒട്ടുമിക്ക ഭ്രൂണങ്ങളും കൃത്യമായിട്ട് വളരില്ല. അതാണ് ക്ലോണിങ്ങിന്റെ ഏറ്റവും വലിയൊരു പോരായ്മയും. അങ്ങനെ കൃത്യമായി വളരാത്തതിന്റെ കാരണം എന്താണെന്നും നമുക്കിതുവരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കോശങ്ങളിൽ നിന്നും ന്യൂക്ലിയസ് മാറ്റുന്ന പ്രക്രിയ മുതൽ അവസാനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും പല പ്രശ്നങ്ങളുമുണ്ട്. അതെല്ലാം തന്നെ എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ ടെക്നോളജി കൂടുതൽ കാര്യക്ഷമമാവുകയുള്ളൂ. എങ്കിലും ഐബെക്സിൽ നിന്നും ശാസ്ത്രജ്ഞരടുത്ത് വലിയൊരു ദൗത്യത്തിലേക്ക് പോകാനൊരുങ്ങി. എന്താണെന്നാൽ ക്ലോണിങ്ങിലൂടെ വൂളി മാമത്തുകളെ തിരികെ കൊണ്ടുവരുന്ന ദൗത്യം. 2019-ൽ ഈ ബൃഹത്തായ ജീവിയെ തിരികെ കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ ഒരു വലിയ പടി നമുക്ക് കടക്കാൻ കഴിഞ്ഞു. ജപ്പാനിലെ ഒരു സംഘം ഗവേഷകർ മഞ്ഞിലുറഞ്ഞുകിടന്ന ഒരു മാമത്തിന്റെ കോശത്തിലെ ന്യൂക്ലിയസ് എടുത്ത് ഒരു എലിയുടെ മുട്ടയിൽ നിക്ഷേപിച്ചു. ഏകദേശം 28,000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു മാമത്തിൽ നിന്നുമാണ് ന്യൂക്ലിയസ് എടുത്തത്.
യൂക്ക എന്നായിരുന്നു ആ മാമത്തിനു നൽകിയിരുന്ന പേര്. മാമത്തിന്റെയും എലിയുടെയും ഒരുതരം സങ്കര ഇനം ജീവിയെ നിർമ്മിക്കുക എന്നതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. മറിച്ച് ഇത്രയും പഴക്കമുള്ള ഒരു DNA ക്ലോണിങ്ങിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഈ പരീക്ഷണം നടത്തിയത്. അതായത് ആ ന്യൂക്ലിയസിനെ എലിയുടെ മുട്ടയിൽ നിക്ഷേപിക്കുമ്പോൾ അത് വളരാൻ തുടങ്ങുമോ എന്നറിയാൻ വേണ്ടി ചെയ്ത പരീക്ഷണം. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ക്ലോണിങ്ങിലൂടെ വൂളി മാമത്തിനെ തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതയെങ്കിലും ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം. ഗവേഷകരെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഭ്രൂണം വളരാൻ തുടങ്ങി. എന്നിരുന്നാലും നിലവിൽ വൂളി മാമത്തിനെ തിരികെ കൊണ്ടുവരിക എന്നത് തൽക്കാലം ഒരു ആശയമായിട്ടു തന്നെ നിലനിൽക്കുകയാണ്. വംശനാശം സംഭവിച്ച ജീവിയുടെ കേടുപാടുകളൊന്നുമില്ലാത്ത ഒരു കോശമെങ്കിലും വേണമെന്നതാണ് ക്ലോണിങ്ങിലൂടെ ഡി-എക്സ്റ്റിങ്ഷൻ ചെയ്യുന്നതിലെ ഒരു പ്രധാന വെല്ലുവിളി. പക്ഷേ വംശനാശം സംഭവിച്ച ജീവികളെ തിരികെ കൊണ്ടുവരാൻ മറ്റൊരു മാർഗവും കൂടെയുണ്ട്. അവസാനത്തെ മാർഗമാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തി ആ ജീവിയുടെ രൂപത്തിലോ ഭാവത്തിലോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുന്നതിനെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. CRISPR-Cas9 എന്നൊരു സംവിധാനം ഉപയോഗിച്ചാണ് ഈ ജീൻ എഡിറ്റിംഗ് അഥവാ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നത്. എങ്ങനെയാണെന്നാൽ CRISPR-Cas9 ഉപയോഗിച്ച് DNA-യിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതൊരു ഭാഗവും മുറിച്ചു കളയാൻ പറ്റും. അങ്ങനെ മുറിച്ചു കളഞ്ഞ ശേഷം അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് ജീൻ വേണമെങ്കിലും കൂട്ടിച്ചേർക്കാനാകും. DNA-യിലുള്ള ജീനുകളാണ് ഒരു ജീവിയുടെ രൂപവും ഭാവവും ശരീരപ്രകൃതവും അങ്ങനെ എല്ലാം തന്നെ നിശ്ചയിക്കുന്നത്. അപ്പോൾ പണ്ട് വംശനാശം സംഭവിച്ചു പോയ ഒരു ജീവിയുടെ, ഉദാഹരണത്തിന് മാമത്തിന്റെ DNA എടുത്ത് അതിലെ ജീനുകളെയെല്ലാം പരിശോധിച്ച ശേഷം അതിനെ ഇന്നത്തെ ആനകളുടെ DNA-യുമായിട്ട് താരതമ്യം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ മാമത്തിനെ ആനകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന എന്തൊക്കെ ജീനുകളാണ് മാമത്തിന്റെ DNA-യിൽ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശേഷം ആ വ്യത്യസ്തമായ ജീനുകളെ മുറിച്ചെടുത്ത് ആനകളുടെ DNA-യിൽ സ്ഥാപിക്കണം. അപ്പോൾ അനന്തരഫലമായിട്ടുണ്ടാകുന്ന ആന ശരിക്കും മാമത്തിനെ പോലെ തന്നെ ആയിരിക്കും. ഹാർവാർഡ് സർവകലാശാലയിലെ ഗവേഷകർ CRISPR ടെക്നോളജി ഉപയോഗിച്ച് മാമത്തിന്റെ DNA ഏഷ്യൻ ആനകളുടെ DNA-യുമായിട്ട് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ വലിയൊരു വെല്ലുവിളിയാണ്. അതിന്റെ പ്രധാന കാരണം DNA-കളിൽ ധാരാളം ജീനുകൾ ഉണ്ടായിരിക്കുമെന്നതാണ്. മാമത്തുകളെയും ഏഷ്യൻ ആനകളെയും തമ്മിൽ വേർതിരിക്കുന്ന 10 ലക്ഷത്തിൽ കൂടുതൽ ജീൻ മ്യൂട്ടേഷൻസ് ഉണ്ട്. അതിലേതൊക്കെ ജീനുകളാണ് മാമത്തുകളുടെ രൂപവും ശരീരപ്രകൃതവും ഒക്കെ തീരുമാനിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പല വർഷങ്ങളെടുക്കും. എങ്കിലും ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ് നിലവിൽ ഏറ്റവും കൂടുതൽ പ്രത്യാശ നൽകുന്ന ഒരു മാർഗം. ഡി-എക്സ്റ്റിങ്ഷൻ നടത്താൻ പല കാരണങ്ങളുമുണ്ട്. ഒരു പ്രധാന കാരണം ഒരു ആവാസ വ്യവസ്ഥയിലെ ജൈവ വൈവിധ്യത വർദ്ധിപ്പിക്കുക എന്നതാണ്. ഒരു ആവാസ വ്യവസ്ഥയിൽ വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് വ്യത്യസ്തമായ പല തരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആവാസ വ്യവസ്ഥ സ്ഥിരമായും കാര്യക്ഷമമായും നിലനിൽക്കുകയുള്ളൂ. കാരണം ഓരോ ജീവിയും മറ്റൊരു ജീവിയെ ആശ്രയിച്ചു മാത്രം ജീവിക്കുന്നവയാണ്. പ്രാണിവർഗങ്ങളില്ലെങ്കിൽ സസ്യജാലങ്ങൾക്ക് പരാഗണം നടത്തുന്നത് ബുദ്ധിമുട്ടാകും. സസ്യജാലങ്ങളില്ലാതെ സസ്യഭുക്കുകളായ ജീവികൾക്ക് നിലനിൽക്കാനാകില്ല. ആൽഗെ പോലത്തെ ജീവികളൊന്നുമില്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവവായു പോലും കൃത്യമായിട്ട് ലഭിക്കില്ല. ഇങ്ങനെ സകല ജീവജാലങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പരസ്പരം ആശ്രയിച്ചു തന്നെയാണ് ജീവിക്കുന്നത്. ഡി-എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജീവി ഒരു ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് പ്രധാന പങ്ക് വഹിക്കുന്നതാണെങ്കിൽ തീർച്ചയായും അതിനെ നമ്മൾ തിരികെ കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കണം. അല്ലാത്ത പക്ഷം അതിനെ തിരികെ കൊണ്ടുവന്നിട്ട് യാതൊരു നേട്ടവും ഉണ്ടായിരിക്കില്ല. നേട്ടമില്ല എന്നതിലുപരി അതൊരുപക്ഷെ ഉപദ്രവമായിട്ട് മാറാനും സാധ്യതയുണ്ട്. വംശനാശം സംഭവിച്ച ജീവികളെ തിരികെ കൊണ്ടുവരിക എന്നതിലുപരി ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നതും വംശനാശത്തിന്റെ വക്കിലെത്തിയതുമായ ജീവികളെ ഡി-എക്സ്റ്റിങ്ഷൻ പ്രക്രിയകളിലൂടെ നശിച്ചു പോകാതെ നിലനിർത്താനാകുമെന്നതാണ് ഡി-എക്സ്റ്റിങ്ഷൻ ടെക്നോളജികൾ വികസിപ്പിക്കുന്നതിന്റെ ഒരു വലിയ ലക്ഷ്യം. നമ്മൾ കാരണം നിരവധി ജീവിവർഗങ്ങൾക്കാണ് ഓരോ ദിവസവും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി തന്നെ സ്വാഭാവികമായിട്ട് ചില ജീവികളെ കാലത്തിനനുസൃതമായി നശിപ്പിക്കാറുണ്ട്. എന്നാൽ സ്വാഭാവികമായിട്ട് നടക്കേണ്ടതിന്റെ 1000 മടങ്ങ് നിരക്കിലാണ് ഇന്ന് ജീവജാലങ്ങൾക്ക് വംശനാശം സംഭവിക്കുന്നത്. അതായത് പ്രകൃതി ഒരു ജീവജാല വർഗത്തിനെ നശിപ്പിക്കുമ്പോൾ മനുഷ്യൻ 1000 ജീവജാലങ്ങളെ നശിപ്പിക്കുകയാണ്. വനനശീകരണം, ആഗോളതാപനം, ജലമലിനീകരണം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ വംശനാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡി-എക്സ്റ്റിങ്ഷൻ വിദ്യകളിലൂടെ ഒരു പരിധിവരെ എങ്കിലും അത് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ അതുതന്നെയായിരിക്കും ഈ ടെക്നോളജിയുടെ ഏറ്റവും വലിയ നേട്ടവും.
വംശനാശം സംഭവിച്ചു പോയ ജീവികളെ തിരികെ കൊണ്ടുവരുന്നതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.